ഹായ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മൂവി ലൈഫ് ഓഫ് ഡേവിഡ് ഗെയിൽ എന്ന് പറയുന്ന അലൻ പാർക്കർ സംവിധാനം ചെയ്ത് 2003 പുറത്തിറങ്ങിയ ഫിലിമിനെ കുറിച്ചാണ്. അതിലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് കെവിൻ സ്പേസി എന്ന് പറയുന്ന ആക്ടറും ഹീറോയിനായിട്ട് വന്നിരിക്കുന്നത് കെയ്റ്റ് വിൻസ്ലെറ്റ്, നമ്മുടെ ടൈറ്റാനിക്കിലെ ഹീറോയിനായിട്ടുള്ള കെയ്റ്റ് വിൻസ്ലെറ്റാണ് ഹീറോയിനായിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ചില മൂവീസുമായിട്ട് ഇതിനൊരു ചെറിയൊരു സാമ്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സാമ്യമല്ല, ഒരു ഇതിവൃത്തം കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സേതുരാമയ്യർ CBIയുടെ അകത്ത് ഉള്ള പോലെ വധശിക്ഷ കാത്തു വയ്ക്കുന്ന ഒരു നായകൻ, സേതുരാമയ്യർ CBIയിലെ നായകനല്ല, ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറെ സംബന്ധിച്ചിട്ടുള്ള ഒറിജിനൽ സ്റ്റോറി എന്താണെന്ന് അറിയാൻ വരുന്നത്. സേതുരാമയ്യരെ വിളിക്കുകയാണ് കലാഭവൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വധശിക്ഷ കാത്തു നിൽക്കുന്ന ആൾ, അയാളുടെ സ്റ്റോറി അതുവരെ റിവീൽ ചെയ്യാൻ അതുവരെ പുള്ളി റിവീൽ ചെയ്തില്ലായിരുന്നു. ആ സ്റ്റോറി റിവീൽ ചെയ്യാനായിട്ട് ഒരു റിപ്പോർട്ടറെ വിളിക്കുകയാണ്. ഇതുപോലെ തന്നെ ഒരു ട്രൂ ക്രൈം എന്ന് പറയുന്ന ഒരു സിനിമയുടെ അകത്ത് ഒരു റിപ്പോർട്ടർ എന്താ പറയുക, വധശിക്ഷ കാത്തു നിൽക്കുന്ന ആളുടെ ഹീറോയുടെ എന്താ പറയുക സ്റ്റോറി അറിയാനായിട്ട് വരുന്നൊരു മൂവിയുണ്ട്, ട്രൂ ക്രൈം എന്ന് പറഞ്ഞിട്ട് ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് സംവിധാനം ചെയ്ത മൂവിയാണത്. അപ്പോൾ ഈ മൂവിയിലേക്ക് വരികയാണെങ്കിൽ ലൈഫ് ഓഫ് ഡേവിഡ് ഗെയിൽ, ഇതിൻ്റെ അകത്ത് സെൻട്രൽ ക്യാരക്ടർ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക ഒരു പ്രസ്ഥാനമുണ്ട്. അവരുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ വധശിക്ഷ എന്ന് പറയുന്നൊരു ഇത് നടപ്പിലാക്കുന്നതിനെ എതിരായിട്ടുള്ളതാണ്. അവർ ജീവന് വില കൊടുക്കുന്ന ഒരു ആൾക്കാരാണ്. അപ്പോൾ ലൈഫിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കി ഡെത്ത് പെനാൽറ്റി ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യമായിട്ട് ഒരു സംഘടന അവർ രൂപീകരിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയെ മർഡർ ചെയ്തതിൻ്റെ കേസിലാണ് ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ 4 ദിവസം കൂടിയേ ഉള്ളൂ പുള്ളിയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ. ആ ടൈമിലാണ് അദ്ദേഹം ഒരു റിപ്പോർട്ടറെ കാണാം എന്നുള്ളൊരു ഇത് പറയുകയും ആ റിപ്പോർട്ടർ വന്നിട്ട് പുള്ളിയുടെ സ്റ്റോറി ചെകഞ്ഞെടുക്കുന്നതായിട്ടാണ് സ്റ്റോറി പോകുന്നത്. എന്താ പറയുക, ഒരു നല്ലൊരു സസ്പെൻസ് തരുന്ന ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ക്ലൈമാക്സ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു രീതിയിൽ പോകുന്ന ഒരു സിനിമ. നമ്മളൊരു ടൈമിൽ വിചാരിക്കും ഇതാണ് ക്ലൈമാക്സ്, ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാൻ നേരത്തെ അടുത്തൊരു ക്ലൈമാക്സും കൂടി വരാൻ നേരത്തുള്ളൊരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ്, ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു മൂവിയാണ്. ഒരു മസ്റ്റ് വാച്ച് മൂവിയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ക്വാളിറ്റി ഫിലിമാണ് ഇത്. അലൻ പാർക്കർ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഏറ്റവും അവസാനത്തെ മൂവിയാണ്, ഏറ്റവും ബെസ്റ്റ് ആണ് പുള്ളി ഏറ്റവും അവസാനത്തെ മൂവിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 2020 മരണപ്പെടുകയുണ്ടായി. ഒരു മസ്റ്റ് വാച്ച്, നമ്മളൊരു ത്രില്ലർ സസ്പെൻസ്, ഒരാളുടെ സ്റ്റോറി പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി എടുത്തൊരു സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ക്വാളിറ്റി ഫിലിമാണ് ലൈഫ് ഓഫ് ഡേവിഡ് ഗെയിൽ. നിങ്ങളത് കാണുക, എൻജോയ് ചെയ്യുക. ഇതേ ഒരു പാറ്റേൺ പിന്തുടരുന്ന പല മൂവീസുണ്ട്. അപ്പോൾ ട്രൂ ക്രൈം എന്ന് പറയുന്ന മൂവി അങ്ങനത്തെ ഒരു ഇതാണ്. അത് 1999 പുറത്തിറങ്ങിയാണ്. ഇത് 2003 ചിലപ്പോൾ അതുമായിട്ട് ഇൻസ്പയർഡ് ആയിരിക്കുക, പക്ഷേ ഒരു ക്വാളിറ്റി ഫിലിമാണ്, കണ്ടു നോക്കുക.